ഗായ്സ്, ഇറ്റ്സ് മീ അനുഷ്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ്. ഇന്ന് സൺഡേ ആയിക്കൊണ്ട് രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ഔട്ടിംഗ് ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഔട്ടിങ്ങിന് പോയി. ഞാനിന്ന് ഔട്ടിങ്ങിന് പോയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുമെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമും ആയിരുന്നു. ഞാൻ പോയില്ല കേസ് കഴിക്കാൻ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എനിക്കിനി കുളിക്കണം. നമുക്കിനി കുളിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഫുഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് മേടിച്ചിട്ട് വരാം. ഫുഡ് വന്നു. ഞാൻ ഫുഡ് പോയി മേടിച്ച് ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റെക്കോർഡ് എഴുതാറുണ്ട്. അത് നാളെ ഇനി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് എഴുതിയിട്ട് അടുത്തെന്ന് പറഞ്ഞ് ഫോട്ടോസിന് റെക്കോർഡ് ഒട്ടിക്കണം. അങ്ങനെ ഞാൻ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ റെക്കോർഡ് പൊതിഞ്ഞ് വൈറ്റ് ചാർട്ട് പേപ്പർ ഇട്ട് പൊതിയാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ റെക്കോർഡ് പൊതിഞ്ഞ് അതിനുശേഷം ഞാൻ സെലോ ടേപ്പാണ് എടുത്തത്. അത് സാധാരണ നമ്മൾ ബുക്ക് പൊതിയുമ്പോൾ സ്റ്റാപ്ലർ കൊണ്ടല്ല എടുക്കുന്നത്. ഇത് റെക്കോർഡ് ആക്കിയതുകൊണ്ട് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് പൊതിഞ്ഞിട്ട് അകത്ത് നമ്മൾ പേപ്പർ മടക്കില്ല, അവിടെ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വൈറ്റ് ചാർട്ട് പേപ്പർ ഇട്ട് റെക്കോർഡൊക്കെ പൊതിഞ്ഞു. അതിനുശേഷം നമ്മൾ റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജിൽ അവിടെ ബ്ലാക്ക് കളർ മാർക്കർ കൊണ്ട് മാർജിനും കോളേജിൻ്റെ പേരും എഴുതണം പറഞ്ഞു. അങ്ങനെ ഗൈസ് ഞാൻ ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ റെക്കോർഡ് ഫുൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എക്സ്പെരിമെൻറ്റും ലെഫ്റ്റ് സൈഡിൽ ഫോട്ടോസും ആണ് ഒട്ടിക്കാൻ പറഞ്ഞത്. അങ്ങനെ 10 എക്സ്പെരിമെൻറ്റും 10 ഫോട്ടോസും ആയിരുന്നു ചെയ്യേണ്ടത്. അത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഓരോ എക്സ്പെരിമെൻറ്റും നമ്മൾ എഴുതുകയും ആ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും അതിൻ്റെ ഫോട്ടോസും ഒട്ടിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് ഗൈസ്. അങ്ങനെ ഞാൻ റെക്കോർഡൊക്കെ എഴുതിയത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ എഴുതിയത് ഗൈസ്. അങ്ങനെ ഞാൻ റെക്കോർഡ് എഴുതിയത് കാണിച്ചു തരാം. കുറേ ഉണ്ടായിരുന്നു ഗൈസ്. 10 എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. അതത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇപ്പം ഞാൻ റെക്കോർഡൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് ചായ കുടിക്കുന്ന സമയമാണ്. ഇപ്പം ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. ചായ കുടിക്കാൻ ഇഷ്ടമല്ല. ഇപ്പം ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുർക്കുറയില്ലേ, ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇപ്പം നൈറ്റാണ്. ഞാൻ നൈറ്റിലെ ഫുഡ് ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.